നമസ്കാരം. ജൂലൈ 12-ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അമ്പലത്തിനുള്ളിൽ വെച്ച് ADGP MR അജിത് കുമാറിനെ തൊട്ടടുത്ത് കണ്ട് ഞെട്ടി എന്ന വാർത്തകൾ വന്നിരുന്നു. ആലപ്പുഴ രക്ഷാപ്രവർത്തന വിവാദത്തിൽ കടുത്ത വിമർശനം നേരിടുന്നതിനിടയിൽ എങ്ങനെയെങ്കിലും തടസ്സങ്ങൾ നീക്കി DGP പദവി ഉറപ്പിക്കുന്നതിനായി അജിത് കുമാർ നടത്തിയ ഭക്തി നയതന്ത്രമായിരുന്നു ആ അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ച. തൊഴുതു നിൽക്കുന്ന മുഖ്യമന്ത്രിക്കൊപ്പം പ്രാർത്ഥനയോടെ നിലയുറപ്പിച്ചുകൊണ്ട് അനുഗ്രഹം തേടാനും അനുകൂല നിലപാടുണ്ടാക്കാനും ശ്രമിച്ചുവെങ്കിലും സതീശൻ അതിൽ വീണില്ല. തനിക്കെതിരെ ഉയർന്ന കടുത്തമായ ആക്ഷേപങ്ങളിലും അന്വേഷണങ്ങളിലും നിന്ന് രക്ഷപ്പെടാനും എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് DGP പ്രമോഷൻ നേടിയെടുക്കാനുമായിരുന്നു ഗുരുവായൂരപ്പനെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള അജിത് കുമാറിന്റെ അന്നത്തെ തന്ത്രപരമായ നീക്കം. എന്നാൽ അന്ന് തൊട്ടടുത്ത് നിന്നിട്ടും ADGPയെ ഒട്ടും ഗൗനിക്കാതെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വീകരിച്ചത്. ഗുരുവായൂരപ്പനെ കൂട്ടുപിടിച്ചുകൊണ്ട് സതീശനെ മാറ്റിയെടുക്കാം എന്ന അജിത് കുമാറിന്റെ ആഗ്രഹം അന്ന് തരിപ്പണമായി. എന്നാൽ മുഖ്യമന്ത്രിയെ പോലും അമ്പരപ്പിച്ച ഈ അപ്രതീക്ഷിത കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഗുരുവായൂരിലെ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള വൻ ഗൂഢനീക്കമായിരുന്നു അജിത് കുമാർ നടത്തിയത്. അജിത് കുമാർ തന്റെ മുൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗുരുവായൂരിൽ നിർണായക പദവിയിൽ നിയമിച്ച വിശ്വസ്തനായ പോലീസ് ലെയ്സൺ ഓഫീസറായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ. ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ അനായാസം കാര്യങ്ങൾ നീക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശന തീയതി, സമയം, പ്രോട്ടോകോൾ വിവരങ്ങൾ എന്നിവ കൃത്യമായി ചോർത്തി നൽകിയത് ഒരു ഓഫീസറായിരുന്നു. ഇതുവഴിയാണ് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ നിലയുറപ്പിക്കാൻ ADGPക്ക് സൗകര്യമൊരുങ്ങിയത്. അടുത്ത ദിവസം ചില പ്രമുഖ മാധ്യമങ്ങളിൽ ഇവരുടെ ചിത്രങ്ങൾ വരികയും ചെയ്തതോടുകൂടി നീക്കം വ്യക്തമായി. തന്റെ സ്വകാര്യ സന്ദർശന വിവരങ്ങൾ ചോർത്തി അജിത് കുമാറിന് വഴിവിട്ട സൗകര്യമൊരുക്കിയത് ഓഫീസറാണ് എന്ന് മുഖ്യമന്ത്രി പിന്നീട് കൃത്യമായി മനസ്സിലാക്കി. ഇതോടെയാണ് ഓഗസ്റ്റ് 7-ന് വീണ്ടും ഗുരുവായൂർ ദർശനത്തിനെത്തിയപ്പോൾ അത്തരം നീക്കമൊരുക്കിയ ലെയ്സൺ ഓഫീസർക്ക് മുഖ്യമന്ത്രിയിൽ നിന്നും നേരിട്ട് പണി കിട്ടിയത്. ഓഗസ്റ്റിലെ വരവിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം എപ്പോഴും കൂടെയുണ്ടായിരുന്ന ഈ ലെയ്സൺ ഓഫീസറെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് തന്നിൽ നിന്നും പരമാവധി ദൂരത്തിൽ മാറ്റി നിർത്തുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഇത്തരം ഗൂഢമായ നീക്കങ്ങൾ കണ്ടില്ല എന്ന് നടിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ വി.ഡി. സതീശൻ നൽകിയത്. ഗുരുവായൂർ ദർശനത്തിലൂടെ നടപടികൾ വൈകിപ്പിച്ച് DGP സ്ഥാനക്കയറ്റം നേടാം എന്ന അജിത് കുമാറിന്റെ മോഹം പൂർണ്ണമായി തകരുകയാണ് ചെയ്തത്. സതീശൻ നിലപാട് കടുപ്പിച്ചതോടുകൂടി MRന്റെ പ്രമോഷൻ തടയപ്പെടുകയും തൊട്ടു പിന്നാലെ തന്നെ സർവീസിൽ നിന്നും സസ്പെൻഷൻ ഉത്തരവ് എത്തുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദീർഘകാലമായി ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി ജോലി ചെയ്യുന്നതിനെതിരെയും ഇപ്പോൾ ആക്ഷേപങ്ങൾ ശക്തമാണ്. ശബരിമലയിൽ ദീർഘകാലം സേവനം ചെയ്യുന്നവരെ മാറ്റിയതുപോലെ അനാവശ്യ സ്വാധീനങ്ങൾ ഒഴിവാക്കാൻ ഗുരുവായൂരിലും സമഗ്രമായ അഴിച്ചുപണി വേണമെന്ന് തന്നെയാണ് ഉയർന്നുവരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഗുരുവായൂരിലെ പ്രധാന പോലീസ് പദവികളിലെ നിയമനങ്ങൾ പരമാവധി 2 കൊല്ലത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം എന്ന ആവശ്യത്തിന് ഭരണതലത്തിൽ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത താൽപര്യങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ക്ഷേത്ര സുരക്ഷയെ ബാധിക്കാതിരിക്കാൻ കർശനമായ മാർഗരേഖ വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങും. അവസാന അടവും പറ്റിച്ച് DGP പദവിയിലേക്ക് എത്താൻ ഗുരുവായൂരപ്പനെയും കൂട്ടിപ്പിടിച്ചിറങ്ങി തിരിച്ച ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി സതീശൻ വഴങ്ങാതിരുന്നതോടുകൂടി ഔദ്യോഗിക ജീവിതത്തിൽ തിരിച്ചുവരവില്ലാത്ത വിധം കടുത്ത അടി തന്നെയാണ് അയാൾക്ക് നേരിടേണ്ടി വന്നത്.